ഇപ്പോഴും ഒരു വാക്യം ധ്യാനിക്കാം. എബ്രായർ 13 അധ്യായം 5-6 വാക്യങ്ങൾ. എബ്രായർ 13 അധ്യായം 5-6 വാക്യങ്ങൾ. നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. മനുഷ്യൻ നമുക്ക് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ നാം പറയാം. ഒരു മനുഷ്യൻ്റെ മഹത്വം, വീടിൻ്റെ മഹത്വം വർദ്ധിച്ചാൽ നീ ഭയപ്പെടരുത്. മരിച്ചാൽ അവനൊന്നും കൊണ്ടുപോകുന്നില്ല. മനുഷ്യൻ്റെ ഈ അഹങ്കാരമൊക്കെ എവിടെ വരെ നിൽക്കും? മനുഷ്യൻ്റെ അഹങ്കാരം മാത്രമല്ല, അതായത് ഒരു മനുഷ്യൻ്റെ മഹത്വം വർദ്ധിച്ചാൽ ഭയപ്പെടരുത്. മരിച്ചു പോകുമ്പോൾ അവനൊന്നും കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. മനുഷ്യൻ നമുക്ക് എന്ത് ചെയ്യുമെന്ന്. ഈ ലോക സാഹചര്യങ്ങളും ലോകത്തിലെ അനേക കഷ്ടതകളും പ്രയാസങ്ങളും കർത്താവ് അനുവദിക്കുന്നു. കാരണം ദൈവത്തെ അറിയാൻ വേണ്ടി. എല്ലാം തികഞ്ഞവരായി ആരും ഈ ലോകം വിട്ട് പോകുന്നില്ല. കാരണം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് യോശുവയോടും കാലേബിനോടും പറഞ്ഞു. യോശുവയോട് പറയുന്ന യോശുവയുടെ പുസ്തകത്തിലുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല എന്ന്. നമുക്ക് ധൈര്യത്തോടെ പറയാം. മനുഷ്യൻ എനിക്ക് എന്ത് ചെയ്യും? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? ദാവീദിനും പറഞ്ഞു, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? കർത്താവ് യഹോവ എൻ്റെ വെളിച്ചമാകുന്നു, യഹോവ എൻ്റെ രക്ഷ, എൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. എത്ര നല്ല വാക്യം! ഈ ലോക സാഹചര്യങ്ങൾ, ലോകത്തിൻ്റെ പോക്കൊന്നും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണ്ട. കർത്താവ് നമുക്ക് തുണയായിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും ഉല്ലാസങ്ങളും മറഞ്ഞു പോകുന്നു. ദൈവഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. നിന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. എത്ര നല്ല ദൈവം! യേശുപ്പച്ചനെ വിളിക്കാം, ധ്യാനിക്കാം. അവൻ്റെ ദൂത് നമുക്ക് മറ്റുള്ളവർ പങ്കിടാം. മറ്റുള്ളവർ നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു, ദുഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നു. അങ്ങനെയുള്ളവരും ഉണ്ട്. അങ്ങനെയുള്ളവരുടെ മുൻപാകെ ദൈവം തീ മതിലിടുന്നതാണ്. അഗ്നി മതിൽ ചുവരായിട്ട് കർത്താവ് നമുക്ക് തുണയായിരിക്കുന്ന ഒരു യഹോവ. ആമീൻ, ആമീൻ, ആമീൻ.